ചുവപ്പുകരങ്ങളോടെ ഈ ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിൻ്റെ കരുണ നമ്മുടെ മേലും നമ്മുടെ കുടുംബങ്ങളുടെ മേലും നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന എല്ലാ ജീവിത നിയോഗങ്ങളുടെ മേലും ഇറങ്ങി വരുന്ന കൃപയുടെ കരുണയുടെ മണിക്കൂറാണത്. തമ്പുരാനെ, എൻ്റെ മേൽ നിൻ്റെ കരുണ വർഷിക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കട്ടെ. ഒത്തിരിയേറെ ജീവിതാനുഭവങ്ങളുടെ നടുവിൽ സങ്കടപ്പെട്ടും ഭാരപ്പെട്ടും അസ്വസ്ഥരായും വേദനിച്ചും ദുഃഖിച്ചൊക്കെ കഴിയുന്നവർ രക്ഷീയ ആരാധനയിൽ പങ്കുചേരുന്നുണ്ടാകാം. നിങ്ങളുടെ അവസ്ഥകളെ തമ്പുരാൻ്റെ കാരുണ്യത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ഒരുമിച്ച് ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ ശാരീരികമായ അവസ്ഥ അനുവദിക്കുന്നത് പോലെ ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സാന്നിധ്യവും ഈ ദിവ്യകാരുണ്യത്തിൽ നിന്നും നമ്മൾ സ്വന്തമാക്കേണ്ട ദൈവശക്തിയും വിശ്വസിച്ചേറ്റെടുത്ത് പ്രാർത്ഥിക്കാം. വർഷങ്ങളോളം രക്തസ്രാവമുണ്ടായിരുന്ന സ്ത്രീ വചനം പറയുന്നു, വിശ്വാസത്തോടെ കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ വെളുമ്പിൽ സ്പർശിച്ചു. തക്ഷണം ഈശോയിൽ നിന്നും ശക്തി പുറപ്പെട്ടു എന്നാണ് വചനം പറയുന്നത്. ഈ നിമിഷങ്ങളിൽ വിശ്വാസത്തോടെ കർത്താവിൻ്റെ സ്പർശനത്തിന് വേണ്ടിയും കർത്താവിനെ സ്പർശിക്കാൻ വേണ്ടിയും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. സങ്കീർത്തനം 77 അധ്യായം 10 വചനത്തിൽ നാം വായിക്കുന്നത്, അത്യുന്നതൻ്റെ ശക്തി പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖത്തിൻ്റെ കാരണമെന്നാണ്. ഞാനിന്ന് അനുഭവിക്കുന്ന എൻ്റെ ശാരീരിക വൈകാരിക ആന്തരിക ആത്മീയ മനുഷ്യൻ്റെ ദുഃഖത്തിൻ്റെ കാരണം ദൈവത്തിൻ്റെ ശക്തി പ്രകടമാകാത്തതാണ്. ഏതനുഭവത്തിൻ്റെ മീതെയാണോ നീ ഇന്ന് ദുഃഖിച്ചിരിക്കുന്നത്, വേദനിച്ചിരിക്കുന്നത്, സങ്കടപ്പെട്ടും നിരാശപ്പെട്ടിരിക്കുന്നത്, ആ വിഷയത്തിൻ്റെ മീതെ ദൈവാലോചനയോ ദൈവത്തിൻ്റെ ശക്തിയോ പ്രകടമാകാത്തതാണ് ഈ ദുഃഖത്തിൻ്റെ, ഈ വേദനയുടെ, നിരാശയുടെ കാരണമെന്നാണ് സങ്കീർത്തകൻ പറയുക. തമ്പുരാനെ, നീ ആരാധനയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്ന അനേകര് ലോകത്തിൻ്റെ പല കോണുകളിൽ ഇരുന്ന് ഒത്തിരിയേറെ മക്കൾ ഈ ആലയത്തോട് ചേർന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ട്. കർത്താവേ, വല്ലാത്ത ദുഃഖത്തിലും ഭാരത്തിലും സങ്കടത്തിലൊക്കെ കഴിയുന്നവർ ഇതിനകത്തുണ്ട്. പക്ഷെ ജോലിയില്ലാത്തതിൻ്റെ ദുഃഖം പേറുന്നവരുണ്ടാകാം, കുഞ്ഞുങ്ങളില്ലാത്തതിൻ്റെ ദുഃഖമുള്ളവരുണ്ടാകാം, ഒരുപക്ഷെ ജീവിതത്തിൽ ആഗ്രഹിച്ചതും സ്വപ്നം കണ്ടതൊന്നും നേടിയെടുക്കാൻ പറ്റാത്തതിൻ്റെ അല്ലാത്ത ഭാരം പേറുന്നവരുണ്ടാകാം, നിരന്തരമായ പരാജയപ്പെട്ട് ജീവിതമല്ലാതെ തകർന്നു നിൽക്കുന്നവരുണ്ടാകാം, സാമ്പത്തിക മേഖലകൾ വരുമാന മാർഗങ്ങളൊക്കെ വല്ലാതെ തകർന്നു പോയതിൻ്റെ ദുഃഖം പേറുന്നവരുണ്ടാകാം, ഒരു ചില കുടുംബ ബന്ധങ്ങൾ ദാമ്പത്യങ്ങളൊക്കെ തകർന്നതിൻ്റെ അല്ലെങ്കിൽ അതിൽ വിള്ളലുകളേറ്റതിൻ്റെ അസമാധാനത്തിൻ്റെ അസ്വസ്ഥതകളുടെ ഒക്കെ ദുഃഖം പേറുന്നവർ ഈശോയെ ആരാധനയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ മക്കളെല്ലാവരെയും നിൻ്റെ കാരുണ്യത്തിലേക്ക് ചേർത്ത് വയ്ക്കുന്നു. കർത്താവേ, നിൻ്റെ ശക്തി, നിൻ്റെ സാന്നിധ്യം ഞങ്ങളിൽ വെളിപ്പെടുമ്പോഴാണല്ലോ ഞങ്ങൾ ബലം പ്രാപിക്കുന്നത്, ഞങ്ങൾ ശക്തി പ്രാപിക്കുന്നത്. മർത്ത തൻ്റെ സഹോദരൻ മരിച്ചു കിടക്കുന്ന വേളയിൽ യേശുവിൻ്റെ സാന്നിധ്യം ഈശോ കടന്നു വന്നപ്പോൾ പറഞ്ഞൊറ്റ കാര്യമുള്ളൂ, ഈശോയെ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. ഈശോയെ, നിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. കർത്താവേ, നിൻ്റെ സാന്നിധ്യത്തിൻ്റെ ചില അവഗണനകൾ, തിരസ്കരണങ്ങൾ ഒക്കെയാണല്ലോ ഞങ്ങളുടെ ജീവിതത്തെ ഇന്ന് പരിതാപകരമായ, ദുഃഖപൂർണമായ, ആനന്ദം നഷ്ടപ്പെട്ടു പോയ, വിശുദ്ധ ജീവിതം നഷ്ടപ്പെട്ടു പോയ അവസ്ഥകളിൽ എത്തിച്ചിരിക്കുന്നത്. കർത്താവേ, നിൻ്റെ സാന്നിധ്യം, നിൻ്റെ ശക്തി കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കാം. തുടർന്ന് വരുന്ന വചനം പറയുന്നത്, ഞാൻ കർത്താവിൻ്റെ പ്രവൃത്തികൾ ഓർമ്മിക്കും, പണ്ട് അങ്ങ് ചെയ്ത അത്ഭുതങ്ങൾ ഞാൻ അനുസ്മരിക്കും എന്നാണ് പറയുന്നത്.
സങ്കീർത്തകൻ പറയുന്ന, കർത്താവെ, നീ ഇന്നലകളിൽ എൻ്റെ ജീവിതത്തിൽ നടത്തിയിട്ടുള്ള വഴികളെ ഞാൻ ഓർക്കും, എന്നിട്ട് അങ്ങ് ചെയ്ത എല്ലാ അത്ഭുതങ്ങളെയും ഞാൻ അനുസ്മരിക്കും, ദൈവത്തിന് നന്ദി പറയുമെന്ന്. ഇരുകരങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിക്കാം. നമ്മുടെ ജീവിതത്തിലും ഇന്നലകളിൽ ദൈവം നിരവധിയായ അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ട്, നടത്തിയിട്ടുണ്ട്, കൈപിടിച്ചിട്ടുണ്ട്, ചേർത്ത് നിർത്തിയിട്ടുണ്ട്. പാപത്തിൽ വീഴാതെ, അശുദ്ധിയിൽ വീഴാതെ, നിരാശയിൽ വീണു പോകാതെ, അമിത ദുഃഖത്തിലേക്കും സങ്കടങ്ങളിലേക്കൊന്നും വഴുതി വീഴാതെ ദൈവം തൻ്റെ സ്നേഹത്തിൽ നമ്മെ പൊതിഞ്ഞു പിടിച്ച എത്രയോ അനുഭവങ്ങൾ ഇന്നലകളിൽ നമ്മുടെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. എല്ലാറ്റിനോർത്ത് നന്ദി പറയുമ്പോൾ, കർത്താവേ, നിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു സ്പർശനം തരണമേ. വിശ്വാസത്തോടെ ഇതാ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രക്തസ്രാവക്കാരി സ്ത്രീ പ്രാർത്ഥിച്ചതുപോലെ കർത്താവേ, നിന്നിൽ നിന്നും ശക്തി ഞങ്ങളിലേക്ക് പുറപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തകർന്നു കിടക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ അനുഭവങ്ങളിലേക്കും കർത്താവേ, നിൻ്റെ സാന്നിധ്യം, നിൻ്റെ ശക്തി, നിൻ്റെ കാരുണ്യം ഞങ്ങളുടെ മേൽ ഇപ്പോൾ വർഷിക്കണമെന്ന് പ്രാർത്ഥിക്കാം. കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കുമ്പോൾ നിങ്ങളുടെ വേദനകളെ, നിങ്ങളുടെ സ്വകാര്യ ദുഃഖങ്ങളെ, നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന നിങ്ങളുടെ വൈകാരിക മനുഷ്യനെ വല്ലാതെ തകർത്ത് കളയുന്ന ജീവിത അനുഭവങ്ങളെ, നിൻ്റെ ആത്മീയ മനുഷ്യനെ തകർത്ത് കളഞ്ഞ, വിശുദ്ധ ജീവിതത്തെ തകർത്ത് കളഞ്ഞ എല്ലാ അനുഭവങ്ങളെയും ദൈവസന്നിധിയിലേക്ക് ചേർത്ത് നിർത്തി ഏതാനും നിമിഷം കർത്താവിനൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, കരുണ കാണിക്കണമേ. ഈശോയെ, ഈ മക്കളുടെ മേൽ നിന്റെ കരുണ വർഷിക്കണമേ. സ്നേഹത്തോടെ നിന്നെ വിളിക്കുന്ന മക്കള്, കണ്ണുനീരോടെ നിന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്, വല്ലാത്ത ഭാരം ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ജീവിത അനുഭവങ്ങൾ, ഈശോയെ, എല്ലാവരെയും നീ ചേർത്ത് നിർത്തണമേ. കർത്താവേ, എല്ലാവരുടെ മേൽ നിന്റെ സാന്നിധ്യത്തിൻ്റെ ശക്തി വെളിപ്പെടുത്തണമേ. നിന്റെ വലതുകരം ഇപ്പോൾ ഈ മക്കളുടെ മേൽ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായിരിക്കുന്ന മക്കൾ ഇതിനകത്തുണ്ട്. വെന്റിലേറ്ററിലും ഐസിയുടെ നടുവിലും കിടക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരൊക്കെയുണ്ട്. മാരക രോഗങ്ങൾ, മാറാ രോഗങ്ങൾക്ക് അടിമപ്പെട്ടു പോയ മക്കൾ ഇതിനകത്തുണ്ട്. കർത്താവേ, നിന്റെ സുഖപ്പെടുത്തുന്ന കരം നീട്ടണമേ. നിന്റെ കാരുണ്യത്തിൻ്റെ കരം നീട്ടണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഈശോയെ ആരാധന, ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവിലായിരം കരങ്ങൾ കൂപ്പി മുറിവുണക്കീടും ആത്മീയ നിമിഷമി ആരാധന. ആത്മശരീര വിശുദ്ധി നൽകും അനുഗ്രഹ നിമിഷമി ആരാധന, 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 ആരാധന. അബ്രഹാമിൻ നാഥനാരാധന, യാക്കോബിൻ ദൈവമേ ആരാധന. ഇസഹാക്കിന്നിടയനെ ആരാധന, ഇസ്രായേലിൻ രാജനെ ആരാധന, 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 കരങ്ങൾ കൂപ്പി ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കുമ്പോൾ നമ്മളെ മാത്രമല്ല, നമ്മളോട് പ്രാർത്ഥന യാചിച്ചിട്ടുള്ള എല്ലാ മക്കൾക്കും വേണ്ടി ഈ നിമിഷം പ്രാർത്ഥിക്കാം. എത്രയോ പേര് ഈ ആലയത്തോട് ചേർന്ന് ഓരോ നിമിഷവും പ്രാർത്ഥനകൾ യാചിക്കുന്നവരുണ്ട്. അവരെല്ലാവരെയും ഇപ്പോൾ ഈ അൾത്താരയിൽ നമുക്ക് ചേർത്ത് നിർത്താം. ലോകമെമ്പാടും സമാധാനം പുനഃസ്ഥാപിക്കപ്പെടാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് അറിയാം, ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൻ്റെ അസ്വസ്ഥതകളുടെ നടുവിൽ കടന്നു പോകുന്നവർ, UK-യിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അസ്വസ്ഥതകൾ, അങ്ങനെ പല രാജ്യങ്ങളിലുമായ ബംഗ്ലാദേശിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അസ്വസ്ഥതകൾ,
അങ്ങനെ ലോകത്തിൻ്റെ പല കോണുകളിൽ സമാധാനം നഷ്ടപ്പെട്ട് കഴിയുന്ന അനേകരുണ്ട്. എല്ലാവരെയും നമുക്ക് ചേർത്ത് നിർത്താം. നമ്മുടെ വയനാട് നടന്ന അസ്വസ്ഥതകൾ, അതിൻ്റെ വേദനയിലും ഭാരത്തിലും ആയിരിക്കുന്ന കുടുംബങ്ങൾ, അങ്ങനെ നമ്മുടെ ചുറ്റുപാടും വേദനിക്കുന്ന, സങ്കടപ്പെട്ടിരിക്കുന്ന, അസമാധാനത്തിലും അസ്വസ്ഥതയിലായിരിക്കുന്ന എല്ലാവരെയും ഇപ്പോൾ ചേർത്ത് നിർത്തുമ്പോൾ ആരെയെല്ലാം കർത്താവിൻ്റെ കാരുണ്യത്തിലേക്ക് ചേർത്ത് നിർത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ, അവരെയും അവരുടെ പേരുകളൊക്കെ ഈശോയുടെ സന്നിധിയിലേക്ക് കൊടുത്ത് അവരുടെ നിയോഗങ്ങളെ, അവരുടെ അവസ്ഥകളെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് കൂപ്പകരങ്ങളോടെ മുട്ടുമേലായിരുന്ന് ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ നമുക്കൊരുങ്ങാം. നമ്മുടെ എല്ലാ പ്രത്യേക നിയോഗങ്ങളെയും സമർപ്പിക്കാം. നമ്മൾ ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും വിശ്വാസത്തോടെ കർത്താവിൻ്റെ കരുണയിൽ സമർപ്പിക്കുകയൊക്കെ ചെയ്ത വിഷയങ്ങൾ ഈശോ ഏറ്റെടുത്തു എന്നുള്ള ബോധ്യത്തോടെ, വിശ്വാസത്തോടെ ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ആരാധിച്ച് ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും